രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിനെതിരെ പഞ്ചാബ് മികച്ച സ്കോർ കണ്ടെത്തി. ഒന്നാം ഇന്നിംഗ്സിൽ പഞ്ചാബ് കേരളത്തിനെതിരെ 436 റൺസാണ് നേടിയിരിക്കുന്നത്. പഞ്ചാബിന്റെ ഓപ്പണറായ ഹർനൂർ സിംഗിന്റെ സെഞ്ചുറി ഇന്നിംഗ്സായിരുന്നു പഞ്ചാബിന് കരുത്തു നൽകിയത്. 13 ബൗണ്ടറികളുടെ അകമ്പടിയോടെ 170 റൺസാണ് താരം നേടിയത്. ഒന്നാം ദിനം പഞ്ചാബ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസ് എന്ന നിലയിലായിരുന്നു. അതിനാൽ രണ്ടാം ദിനം പഞ്ചാബിനെ ചെറിയ സ്കോറിൽ ഒതുക്കാൻ കഴിയുമെന്നായിരുന്നു കേരളം പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പഞ്ചാബിന്റെ വാലറ്റത്തെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു പഞ്ചാബിന്റെ സ്കോറിനെ 400 കടത്തിയത്. കേരളത്തിനായി 4 വിക്കറ്റ് അങ്കിഷ് ശർമ്മ നേടിയപ്പോൾ 2 വിക്കറ്റ് വീതം ബേസിലും അപരിചിത്തും നേടി. നിജീഷിനും ഇമ്രാനും ഓരോ വിക്കറ്റ് വീതം ലഭിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. 4 റൺസിലെത്ത ബേസിന്റെ വിക്കറ്റാണ് കേരളത്തിന് നഷ്ടമായത്. ഇത്തവണ വത്സൻ ഗോവിന്ദും ബസിനും ചേർന്നായിരുന്നു കേരളത്തിന്റെ ബാറ്റിംഗ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടാം ദിനം കളി നിർത്തുമ്പോൾ കേരളം 1 വിക്കറ്റ് നഷ്ടത്തിൽ 15 റൺസ് എന്ന നിലയിലാണ്. വത്സൻ ഗോവിന്ദ് 7 റൺസുമായിട്ട് അങ്കിഷ് ശർമ്മ 2 റൺസുമായിട്ടും ബാറ്റിംഗ് തുടരുകയാണ്. രഞ്ജി ട്രോഫിയിലെ കേരളത്തിന്റെ മത്സരത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.